ഹലോ, എല്ലാവർക്കും മിന്നൂസ് വ്ലോഗിലേക്ക് സ്വാഗതം. എൻ്റെ പേര് മിൻഹ എന്നാണ്. ഞാൻ 8th സ്റ്റാൻഡേർഡിൽ പഠിക്കുന്നു. അപ്പോൾ ഞാൻ നിങ്ങളുടെ മുന്നിൽ ഒരു പുതിയ വ്ലോഗുമായിട്ടാണ് വരാൻ പോകുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരും എൻ്റെ ചാനൽ കാണണം. ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. പിന്നെ അതുപോലെ തന്നെ അവിടെ ഒരു ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് നോട്ടിഫിക്കേഷൻ കാണാവുന്നതാണ്. അപ്പോൾ എൻ്റെ ഈ വ്ലോഗിൽ ഞാൻ ഉൾപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നത്, എനിക്ക് കുക്കിംഗ് ഭയങ്കര പാഷനാണ്, ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ആ കുക്കിംഗ് വീഡിയോസും അതേപോലെ എനിക്ക് മെഹന്തി ഇടുന്നത് ഭയങ്കര ഇഷ്ടമാണ്. ആ മെഹന്തി വീഡിയോസും എൻ്റെ ജേർണീസ്, എൻ്റെ എൻ്റർടൈൻമെൻറ്റ്സും ഒക്കെ നിങ്ങൾക്കും കൂടെ ഷെയർ ചെയ്യാന്നുള്ള ഉദ്ദേശത്തോടെയാണ് ഞാൻ ഈ വ്ലോഗ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യും. അപ്പോൾ ഇന്നത്തെ എൻ്റെ റെസിപ്പി എന്ന് പറയുന്നത് എങ്ങനെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഷവർമ വീട്ടിൽ തന്നെ പ്രിപ്പയർ ചെയ്യാന്നുള്ളതിനെ പറ്റിയാണ്. നമുക്ക് എല്ലാവർക്കും ഷവർമ ഭയങ്കര ഇഷ്ടമുള്ള ഒരു ഡിഷാണ്. അപ്പോൾ ഇത് പൊതുവെ നമ്മളെല്ലാവരും അത് പുറത്തുനിന്നാണ് വാങ്ങി കഴിക്കാറ്. പക്ഷേ അതിൽ നമ്മുടെ ശരീരത്തിന് യോജിക്കാത്ത ഒരുപാട് ഇൻഗ്രീഡിയൻസ് കാണും. പക്ഷെ അതൊന്നും ഇല്ലാതെ, അതൊക്കെ ഒഴിവാക്കിക്കൊണ്ട് നമുക്ക് നമ്മുടെ വീട്ടിൽ തന്നെ നല്ല മനോഹരമായി ടേസ്റ്റി ആയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള ഷവർമ എങ്ങനെ പ്രിപ്പയർ ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. ഇത് നമ്മുടെ ഷവർമയിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സാധനമാണ് ചിക്കൻ. അപ്പോൾ ആ ചിക്കൻ നമ്മൾ ചെറിയ ചെറിയ പീസാക്കിയിട്ട് എടുത്തിട്ടുണ്ട്. പൊതുവേ നമുക്കറിയാം, നമ്മൾ ചിക്കൻ ഷവർമ എന്ന് തന്നെയാണ് പറയാറ്. ചിക്കൻ ഷവർമ മാത്രമല്ല ഉള്ളത്, വേറെയും ഷവർമകളുണ്ട്. പക്ഷേ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ചിക്കൻ ഷവർമയാണ്. അപ്പോൾ അതിലോട്ട് വേണ്ട അത് ഫ്രൈ ചെയ്തെടുക്കാനുള്ളതാണ്. അപ്പോൾ അതിലേക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് നമുക്ക് ചേർക്കാം. അപ്പോൾ അതിന് ആദ്യം നമുക്ക് 2 ടീസ്പൂൺ തൈര് ചേർത്ത് കൊടുക്കാം. 2 or 3 ചേർത്ത് കൊടുക്കാം. നമ്മുടെ ചിക്കൻ്റെ അളവിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ 3 ടീസ്പൂൺ തൈര് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അടുത്തതായിട്ട് ലെമണിൻ്റെ ഒരു പോർഷൻ സ്ക്വീസ് ചെയ്ത് വെച്ചിട്ടുണ്ട്, കുരു ഇല്ലാതെ സ്ക്വീസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലോട്ട് ചേർക്കാനുള്ളത് കുറച്ച് പൊടികളാണ്. മുളക് പൊടി, അതുപോലെ കുരുമുളക് പൊടി, ഉപ്പുപൊടി, മഞ്ഞൾപ്പൊടി, അതേപോലെ കുറച്ച് ചിക്കൻ മസാലയുണ്ട്. അപ്പോൾ അത് നമുക്ക് ചിക്കൻ്റെ അളവനുസരിച്ച് നമുക്കതിലോട്ട് ചേർത്ത് കൊടുക്കാം. ആദ്യമായിട്ട് നമ്മൾ കുറച്ച് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ മുളക് പൊടി ചേർത്തു. അതിനുശേഷം ഇനി നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്ക് കുറച്ച് ചിക്കൻ മസാല ചേർത്ത് കൊടുക്കാം. ഇനി അവസാനം ഇതിന് ചിക്കൻ്റെ അനുസരിച്ച് നമുക്ക് കുറച്ച് ഉപ്പ് ആവശ്യാനുസരണം ചേർത്ത് കൊടുക്കാം. ഞാൻ എൻ്റെ ചിക്കൻ്റെ അളവിനനുസരിച്ചാണ് പൊടികളൊക്കെ ചേർത്തിട്ടുള്ളത്. ഇനി നിങ്ങൾ എത്രയാണ് ചിക്കൻ എടുക്കാൻ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ അതിനനുസരിച്ച് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇനി ഈ പൊടികളൊക്കെ വെച്ചിട്ട് നമുക്ക് ശരിക്കും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. നമ്മുടെ ഈ ചിക്കൻ നന്നായിട്ട് മിക്സ് ചെയ്യുക. ഞാൻ കൈ കൊണ്ട് തന്നെയാണ് മിക്സ് ചെയ്യാറ്. നിങ്ങൾക്ക് വേണമെങ്കിൽ സ്പൂൺ യൂസ് ചെയ്യാം. ഞാൻ സ്പൂൺ യൂസ് ചെയ്യാറില്ല, കാരണം എനിക്ക് ആ സ്പൂൺ ഉപയോഗിച്ച് മിക്സ് ചെയ്താൽ എനിക്കൊരു തൃപ്തി കിട്ടാറില്ല. അപ്പോൾ അതുകൊണ്ട് നമുക്ക് നന്നായിട്ട് ചിക്കൻ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. എല്ലാ ഇൻഗ്രീഡിയൻസും ചിക്കനിൽ പിടിക്കത്തക്ക രീതിയിൽ ഞാനിത് നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി അതിലൊന്ന് ആ ചിക്കനിലൊന്ന് സെറ്റ് ആവാൻ വേണ്ടി, നമ്മൾ ഒരുപാട് ഇൻഗ്രീഡിയൻസ് ചേർത്തിട്ടുണ്ട് ചിക്കനിൽ. അപ്പോൾ അതൊക്കെ ഒന്ന് സെറ്റായി കിട്ടാൻ വേണ്ടിയിട്ട് ഒരു അരമണിക്കൂർ നമ്മളിത് അടപ്പ് വെച്ചോ മൂടി വെച്ചോ എന്ത് വെച്ചെങ്കിലും അടച്ച് വെക്കുക. ഒരു അരമണിക്കൂർ. നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കൻ ഇപ്പോൾ അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. ഈ ഇൻഗ്രീഡിയൻസ് ഒക്കെ നന്നായിട്ട് നമ്മുടെ ചിക്കനിൽ പറ്റി പിടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി അടുത്തതായിട്ട് നമുക്കിത് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ അടുത്തതായിട്ട് നമ്മൾ ഫ്രൈ ചെയ്യാനുള്ള പാന് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിലോട്ട് എണ്ണ ഒഴിച്ച് കൊടുക്കാം. ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു കൊടുക്കുക. ഇത് ഫ്രൈ ചെയ്യാൻ
ആയിട്ട് ആവശ്യമായിട്ടുള്ള എണ്ണ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ ചിക്കൻ ഇതിലേക്ക് ഇടാൻ പോവുകയാണ്. എണ്ണ നന്നായിട്ട് ബോയിലായിട്ടുണ്ട്. സൂക്ഷിച്ചിടണം. അപ്പോൾ നമ്മുടെ ചിക്കൻ മുഴുവനായിട്ട് ഇട്ടിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് ഫ്രൈ ആവാൻ നമുക്ക് വെക്കാം. അപ്പം നമ്മുടെ ചിക്കൻ നന്നായിട്ട് ഫ്രൈ ആയിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കാം. നന്നായിട്ട് ഇളക്കി കൊടുക്കാം. അപ്പം നമ്മുടെ ഇത് നന്നായിട്ട് ബ്രൗണിഷ് കളറായിട്ടുണ്ട്. നന്നായിട്ട് ഫ്രൈ ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം അങ്ങനെ ഫ്രൈ ചെയ്താൽ നമുക്ക് കടിക്കാനൊക്കെ ബുദ്ധിമുട്ടാകും. ഇപ്പോൾ നമ്മുടെ ഇത് നന്നായിട്ട് ഒരു ബ്രൗണിഷ് കളറായിട്ടുണ്ട്. അപ്പം നമുക്കിത് എടുക്കാം. അപ്പോൾ ഇതിലെ എണ്ണ ഒന്ന് നന്നായിട്ട് ഇതായതിന് ശേഷം നമുക്കിത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. അപ്പം നമ്മുടെ ഈ ഷവർമയിലേക്ക് ആവശ്യമായിട്ടുള്ള നമ്മുടെ ഫസ്റ്റ് ഇൻഗ്രീഡിയൻ്റ് ആയ ചിക്കൻ ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മുടെ മിക്സിലേക്ക് പോവാം. അപ്പോൾ നമ്മുടെ ഫ്രൈ ആയ ചിക്കൻ നമുക്ക് ഈ വലിയ പാത്രത്തിലേക്ക് മാറ്റാം. കാരണം ബാക്കിയുള്ളത് മിക്സും കൂടി നമുക്ക് മിക്സ് ചെയ്യാനുള്ളതാണ്. അപ്പോൾ നോക്കിയിട്ട് നമുക്ക് ഇതിലേക്ക് മാറ്റാം. അപ്പോൾ ഇനി നമ്മൾ ഇതിലേക്ക് ചേർക്കാൻ പോകുന്നത് നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള സവാളയാണ്. അപ്പോൾ അത് നമുക്ക് ചേർക്കാം. ആവശ്യത്തിന് നമ്മുടെ സവാള ഇതിലേക്ക് ചേർക്കുക. പിന്നെ ഇനി നമുക്ക് ഉള്ളത് ഒരു തക്കാളിയാണ്, ഒരു വലിയ തക്കാളി. അതും നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരുന്നു. അപ്പോൾ അതും ഇതിലേക്ക് ആഡ് ചെയ്യാം. പിന്നെ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ക്യാരറ്റും ഇതിലേക്ക് ഇടാം. പിന്നെ ക്യാരറ്റ് ചെറുതായിട്ട് മുറിച്ചിട്ട് വേണം ഇടാൻ. പിന്നെ നമ്മുടെ ക്യാബേജ് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരുന്ന ക്യാബേജ് അതും ഇതിലേക്ക് തന്നെ ഇടാം. നമ്മൾ ചിക്കനിലേക്കുള്ള ഉപ്പ് മാത്രമേ അതിലിട്ടിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ നമ്മുടെ മിക്സിലേക്ക് വേണ്ട ഉപ്പ് നമുക്ക് ഇതിൽ ചേർത്ത് കൊടുക്കാം. നമുക്ക് ആവശ്യത്തിന് നമ്മുടെ മിക്സ് എത്രയാണുള്ളതെന്ന് വെച്ചാൽ അതിൻ്റെ ക്വാണ്ടിറ്റി അനുസരിച്ച് നമുക്ക് ഉപ്പ് ചേർക്കാം. എന്നിട്ട് അത് നന്നായിട്ട് നമുക്ക് കൈ കൊണ്ട് നല്ലവണ്ണം മിക്സ് ചെയ്യാം. അത് നന്നായിട്ട് മിക്സ് ചെയ്ത് ഈ ചിക്കൻ എല്ലാതും നമ്മുടെ ഈ മിക്സിലേക്ക് അങ്ങ് അറ്റാച്ച് ചെയ്യുന്ന രീതിയിൽ നമുക്ക് മിക്സ് ചെയ്യാം. അപ്പോൾ നമ്മുടെ മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ നമ്മുടെ മിക്സ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ട് നമ്മൾ മിക്സ് ചെയ്തതുകൊണ്ട് നല്ല രീതിയിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. നമ്മൾ തയ്യാറാക്കി വെച്ച മിക്സ് കുറച്ച് ഒരു വലിയ പാത്രത്തിലേക്ക് മാറ്റിയിട്ട് അത് നന്നായിട്ട് ബീറ്റ് ചെയ്യാം. നന്നായിട്ട് ബീറ്റ് ചെയ്തിട്ട് നന്നായിട്ട് നമുക്ക് വലിയ നൈഫ് ഉണ്ടെങ്കിൽ അപ്പോൾ അത് വെച്ചിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്യാം. അതിനുശേഷം ഇതിലേക്ക് കുറച്ച് ലെമൺ ജ്യൂസ് ആഡ് ചെയ്യാം. അതിനുശേഷം ഇതിലേക്ക് തന്നെ കുറച്ച് ടൊമാറ്റോ സോസ്. അതൊക്കെ നമ്മുടെ രുചിക്കനുസരിച്ച് നമുക്ക് ഒക്കെ ഓപ്ഷണലാണ്. നമ്മുടെ രുചി അനുസരിച്ച് നമുക്ക് ടൊമാറ്റോ സോസോ മയണൈസോ എന്ത് വേണമെങ്കിലും ആഡ് ചെയ്യാം. അപ്പോൾ ഞാൻ ടൊമാറ്റോ സോസോ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇനി കുറച്ച് മയണൈസും കൂടി ആഡ് ചെയ്യാൻ പോവാണ്. മയണൈസും ആഡ് ആവുന്നുണ്ട്. ഇതേപോലെ തന്നെ നമ്മൾ എടുത്തു വെച്ച മിക്സ് മുഴുവൻ നമ്മൾ ഇതേ രീതിയിൽ തന്നെ മിക്സ് ആക്കണം. നമ്മുടെ മുഴുവൻ മിക്സും അപ്പോൾ
നമ്മുടെ മുഴുവൻ മിക്സും ഇതിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇതിലേക്ക് മാറ്റി നന്നായിട്ട് ബീറ്റ് ചെയ്ത് അതിൽ സോസൊക്കെ ഞാൻ ഒഴിച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞ പോലെ തന്നെ സോസൊക്കെ നിങ്ങളുടെ ഓപ്ഷൻ അനുസരിച്ചാണ്. പലർക്കും സോസ് പറ്റിക്കോണമെന്നില്ല. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങളുടെ വിഷ് അനുസരിച്ച് നിങ്ങൾ സോസ് വേണമെങ്കിൽ സോസ് അതൊക്കെ ആഡ് ചെയ്യാവുന്നതാണ്. എൻ്റെ ഫാമിലീൻ്റെ എന്ന് പറയുന്നത് എനിക്കറിയാവുന്നതുകൊണ്ട് അവർക്ക് ഇതൊന്നും കുഴപ്പമില്ല. അപ്പോൾ അതിനനുസരിച്ച് ഞാനൊക്കെ അത് ആഡ് ചെയ്തിട്ടുണ്ട്. മയണൈസ് ഇത് ഞാനിവിടെ പ്രിപ്പയർ ചെയ്തത് തന്നെയാണ്, വീട്ടിൽ പ്രിപ്പയർ ചെയ്തത് തന്നെയാണ്. അപ്പോൾ ഇതിൻ്റെ വീഡിയോ ഞാൻ പിന്നീട് ഒരിക്കലും ഇടാം. അപ്പോൾ ഇനി ഇത് നമുക്ക് എങ്ങനെ കുബൂസിലേക്ക് മാറ്റാമെന്ന് നോക്കാം. അപ്പോൾ ഇതാ കുബൂസും ഞാൻ വീട്ടിൽ പ്രിപ്പയർ ചെയ്തത് തന്നെയാണ്. അപ്പോൾ ഇതിലോട്ട് എങ്ങനെ ഇനി ആ ഷവർമ ഇടാമെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് സോസ് ഇഷ്ടമുള്ളവരുടെ കാര്യമാണ് പറയുന്നത്. ഇതിലേക്ക് മയണൈസ് ഇതിൽ ഒന്ന് പോരയാം. മയണൈസ് നന്നായിട്ട് ഇതിലേക്ക് ആക്കി. പിന്നെ നിങ്ങൾക്ക് ടൊമാറ്റോ സോസ്, ചിലവർക്ക് ടൊമാറ്റോ സോസ് ഇഷ്ടമുണ്ടാവില്ല, ചിലർക്ക് ടൊമാറ്റോ സോസ് ഇഷ്ടമായിരിക്കും. അപ്പോൾ അതൊക്കെ നിങ്ങളെ ഇഷ്ടമനുസരിച്ച് നിങ്ങൾക്ക് ഇതാക്കാം. ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ തയ്യാറാക്കി വെച്ച നമ്മുടെ മിക്സ് ഇതിലേക്ക് ഇടാം. നമ്മുടെ മിക്സ് ഇതിലേക്ക് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇനി വേറൊരു കുബൂസ് കൊണ്ട് ഇതിനെ മൂടി വെക്കാം. അപ്പോൾ ഇതാ നമ്മുടെ ഷവർമ റെഡി ആയിട്ടുണ്ട്, ചിക്കൻ ഷവർമ റെഡി ആയിട്ടുണ്ട്. അതുപോലെ തന്നെ ഞാനിവിടെ പ്രിപ്പയർ ചെയ്ത് ഫ്രഞ്ച് ഫ്രൈസ് കുറച്ച് ഗാർണിഷിങ്ങിന് വേണ്ടി ഞാനിത് ഇവിടെ വീട്ടിൽ തന്നെ പ്രിപ്പയർ ചെയ്ത കുറച്ച് ഫ്രഞ്ച് ഫ്രൈസും ഞാനിവിടെ ഇടുന്നുണ്ട്. അപ്പം നമ്മുടെ ഷവർമ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇങ്ങനെ തന്നെ ഷവർമ റെഡിയാക്കാൻ ശ്രമിക്കുക. കാരണം നമ്മൾ പുറത്തുനിന്ന് വാങ്ങി കഴിക്കുന്ന ഷവർമയ്ക്ക് ഒരുപാട്, ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇൻഗ്രീഡിയൻസ് ഒരുപാട് നമ്മുടെ ശരീരത്തിന് പറ്റാത്ത ഇൻഗ്രീഡിയൻസ് ഉണ്ടാവും, അജിനാമോട്ടോ പോലെയുള്ള ഇൻഗ്രീഡിയൻസ് ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ വീട്ടിൽ എങ്ങനെ നന്നായിട്ട് ഇപ്പോൾ ടേസ്റ്റി ആയിട്ട് പ്രിപ്പയർ ചെയ്യുക. അതൊക്കെ അത് നമ്മളെ ഹെൽത്തിനും നല്ല ടേസ്റ്റി ആയിരിക്കും, നമ്മുടെ ഹെൽത്തിന് ഒരു പ്രോബ്ലം ഉണ്ടാവില്ല. അപ്പോൾ ഇങ്ങനത്തെ ഉള്ള ഷവർമ ട്രൈ ചെയ്ത് നോക്കുക. ഇത് ട്രൈ ചെയ്തിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ, അത് സക്സസ് ആവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ബൈ.